ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ കളക്ഷൻ പ്രളയമായി മാറുകയാണ്. അത്രത്തോളം ഗംഭീരമായ തിരക്കാണ് സിനിമയ്ക്ക് മൂന്നാം ദിനവും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രീസെയിലിലൂടെ തരംഗമാകുക എന്നല്ല, റെക്കോർഡാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. 7 കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ സിനിമ ശനിയാഴ്ചയും നേടിയിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം ദിനവും സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ രണ്ടാം ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് ഒന്ന് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇവിടെ നമുക്ക് ഫൈനലായി വന്നിരിക്കുന്ന കളക്ഷനാണ് 8,14,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ ഈ ഒരു സിനിമയ്ക്ക് രണ്ടാം ദിനം വന്നിരിക്കുന്നത്. അതായത് സിനിമ ഏകദേശം 9.5 കോടിയോളമായിരിക്കും രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടുന്ന ഒരു കാര്യം. ആദ്യ ദിനം 9,98,00,000 രൂപ നേടിയ സിനിമ 11,05,00,000 രൂപയായിരുന്നു ഫൈനലായിട്ടുള്ള കളക്ഷനായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതായത് 2 ദിനങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് 20 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. മൂന്നാം ദിനം ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ട്രാക്കിങ്ങിലൂടെ തന്നെ 7 കോടി കടന്നിരിക്കുകയാണ്. 3,60,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നത്തെ ദിവസം സിനിമയ്ക്ക് പ്രീസെയിലിലൂടെ വിറ്റുപോയിരിക്കുന്നത്. അതും തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത് 63%. ഇന്ന് ഷോകൾ കൂടുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ശനിയാഴ്ചത്തെ കളക്ഷൻ ഇപ്പോൾ തന്നെ 7 കോടി കടക്കുമ്പോൾ ഇന്ന് ഈ ആദ്യ 2 ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. അതായത് 3 ദിവസം കൊണ്ട് സിനിമ 30 കോടിക്ക് മുകളിലേക്ക് പോവുകയാണ്. അതായത് ഞായറാഴ്ചത്തെ പ്രീസെയിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 7 കോടിക്ക് അടുത്ത് എത്തുന്നു എന്നുള്ള കണക്കുകൾ ഇപ്പോൾ തന്നെ വന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ദിവസത്തെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിക്ക് മുകളിലേക്ക് സിനിമ പോകുമെന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ സിനിമയ്ക്ക് ദൃശ്യം 3യുടെ തെലുങ്ക് വെർഷൻ 2,03,00,000 രൂപയാണ് ആദ്യ ദിനം നേടിയത്. തമിഴ് 54,00,000 രൂപയും കർണാടകത്തിൽ നിന്ന് 24,00,000 രൂപയും ഡബ്ഡ് വെർഷനിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ടോട്ടൽ ഡബ്ഡ് വെർഷനിൽ നിന്ന് 2,81,00,000 രൂപയാണ് നേടിയത്. ഓൾ ടൈം ബിഗ്ഗസ്റ്റ് ബിഹൈൻഡ് എമ്പുരാൻ എന്ന് പറയാം. 3,20,00,000 രൂപയായിരുന്നു എമ്പുരാന് കിട്ടിയതെങ്കിൽ 2,81,00,000 രൂപയോളമാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ രണ്ടാം ദിനവും ഏകദേശം വമ്പൻ കളക്ഷൻ തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 15 കോടിക്ക് മുകളിലാണ് രണ്ടാം ദിനം ഇന്ത്യ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 20 കോടിക്ക് മുകളിൽ, അങ്ങനെ 35 കോടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ടാം ദിനവും സിനിമ നേടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആ റേഞ്ചിലാണ് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. ആദ്യ ദിനം 50 കോടിയാണ് സിനിമ നേടിയത്. ഇന്ന് ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് ചില ട്രാക്കേഴ്സ് 43 കോടി 30,00,000 രൂപയും നേട്ടു. അത് ആരാധകരും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയിലുള്ളവർ എല്ലാവരും പിടിച്ചിടുകയും പിന്നീട് അതൊരു വിവാദമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണോ തള്ളിയതാണോ എന്നൊക്കെ ചോദിച്ചാൽ എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല, വൈഡ് റിലീസാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം അമ്മാതിരി കൊടൂര ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്ഥിതിക്ക് അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കുമായിരുന്നു. അതിനു മുമ്പ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നവർ എടുത്തിടുന്ന ഓരോ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. എന്താണേലും ഈ ഒരു കളക്ഷൻ നമുക്ക് ഏറ്റവും ജെനുവിനായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെയാണ് പറയാനുള്ളത്, 50 കോടി എന്നുള്ളത്. കാരണം ട്രാക്കിങ്ങിലൂടെ തന്നെ ആദ്യ ദിനം 35 കോടി നേടിയ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാം 8 കോടിയാണെങ്കിൽ ഏകദേശം 3 കോടി കൂടി കിട്ടുകയും അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സിനിമ വമ്പൻ, അതായത് 50 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 38 കോടിയായി അവിടെ തന്നെ. അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ സിനിമ 43 കോടി കടന്നു എന്ന് ആർക്കും ചിന്തിക്കാവുന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, രണ്ടാം ദിനവും സിനിമ 35 കോടിക്ക് മുകളിലെത്തുമ്പോൾ ആദ്യ 2 ദിവസം കൊണ്ട് സിനിമ 75 തൊട്ട് 90 കോടിക്കിടയിൽ എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്നു. മൂന്നാം ദിവസം സിനിമ 100 കോടി കടക്കും. ഓൾറെഡി രണ്ടാം ദിനത്തിൽ തന്നെ പ്രീസെയിൽ കളക്ഷൻ എല്ലാം കൂടെ ചേർക്കുമ്പോൾ സിനിമ 100 കോടി കടന്നിരിക്കുന്നു എന്നുള്ളത്. മൂന്നാം ദിനത്തെ പ്രീസെയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 7 കോടി കടക്കുന്നു. എന്താണേലും ഒരു കാര്യം, ഇത് ഇങ്ങനെ ഒരു കൊലത്തൂക്ക് തൂക്കണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേറെ ഒരാളുമില്ല, അത് മോഹൻലാൽ എന്നുള്ള ഒറ്റ നടനെ കൊണ്ട് തന്നെ കഴിയുള്ളൂ. ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റും അതുതന്നെയാണ്. ഓവർസീസിൽ UK, അയർലാൻഡിൽ നിന്ന് സിനിമ ആദ്യ ദിനം നേടിയത് 4 കോടിക്ക് മുകളിലാണ്. ഇത് ഒരു മലയാള സിനിമയുടെ റെക്കോർഡാണ്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പണിംഗ് ബിഹൈൻഡ്. നമ്മളെപ്പോഴും എമ്പുരാൻ്റെ തൊട്ടുപുറകെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. US കാനഡയിലും ഡേ 1-ൽ $230K നേടിയത്. പ്രീമിയർ ഷോയും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് അങ്ങനെ ആദ്യ ദിനം തന്നെ 2 മില്യന് മുകളിലാണ് സിനിമ തൂക്കിയെങ്കിൽ രണ്ടാം ദിനവും സമാനമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ടാണ്. കേരളം ചുവന്ന് തുടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. വേൾഡ് വൈഡും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും
അതിഗംഭീരവുമായിട്ടുള്ള ഒരു വിരുന്നാണ് ഇന്ന് ഓവർസീസിലും കാര്യങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യം 3 തീർത്ത മറ്റൊരു ഓൾ ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എമ്പുരാൻ്റെ ആ ഒരു റെക്കോർഡ് ഈ ഒരു സിനിമ നടന്നിരിക്കുന്നു. സർപ്പാസസ് പ്രീവിയസ് ബെസ്റ്റ് എമ്പുരാൻ 14 ലക്ഷം ആൻഡ് ഓപ്പൺ 24 lakhs ഓൺ ഡേ 1 എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക ഡബ്ഡ് അല്ലെങ്കിൽ കന്നഡയിൽ ഡബ്ഡ് മലയാളം മൂവിക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് ഈ സിനിമ എത്തി പുതിയ റെക്കോർഡ് തീർത്തിരിക്കുകയാണ്. റെക്കോർഡ് മോഹൻലാൽ തന്നെ ഇടും, അത് മോഹൻലാൽ തന്നെ പൊട്ടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. ഞായറാഴ്ചത്തോടെ സിനിമ 140-150 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ 300 കോടി തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച ബുക്ക് മൈ ഷോ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ ഒരു രക്ഷയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓൾറെഡി എല്ലാം തന്നെ ബുക്ക്ഡ് ആയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം പച്ച, അതായത് പുത്തൻവേലിക്കരയിൽ 12 മണിയുടെയും 3 മണിയുടെയും ഷോയ്ക്ക് അല്ലെങ്കിൽ രാത്രി 11:57 ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടും. നോർത്ത് പറവൂരിൽ അല്ലെങ്കിൽ തിയേറ്റർ നോർത്ത് പറവൂരിലുള്ള ഷറഫ് ലേസർ ആൻഡ് ഗ്രാൻഡ് 4Kയിൽ 11:30 രാവിലെയുള്ള ഷോയ്ക്ക് ഗ്രീനുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന സെൻട്രൽ സ്ക്വയർ മൈലിൽ 8:30-ക്കും 9:30-ക്കും 9:10-നും അവിടെയും നമുക്ക് ഏതാനും സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. ഏകദേശം വമ്പൻ എറണാകുളത്തുള്ള എല്ലാ തിയേറ്ററുകൾ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ചില സിനിമകൾക്ക് ഹൗസ്ഫുൾ എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി അങ്കമാലി മൂക്കന്നൂരിലുള്ള JM മൂവീസിലും 7 മണി രാവിലെ 7 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അവിടെ ടിക്കറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ എക്സ്ട്രാ ഷോസൊക്കെ വളരെ മോർണിംഗിൽ തന്നെ തുടങ്ങുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിറവം ആശീർവാദ് സിനിമാസിൽ രാവിലെ 8 മണിക്ക് ടിക്കറ്റ് കിട്ടും. അവിടെയുള്ളവർക്ക് ധൈര്യമായി ചെല്ലാം. അതായത് വളരെ കുറച്ച് ടിക്കറ്റേ ഉള്ളൂ. ഇനി PVRലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. വനിതാ വിനീതയിൽ ഒരു ഷോ പോലും നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ല. ഫ്രണ്ട് റോസൊക്കെ ഉണ്ടാകും, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് കൊച്ചിയുടെ കാര്യമാണെങ്കിൽ തിരുവനന്തപുരവും കോഴിക്കോടും തൃശ്ശൂരുമൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനുള്ള അത്ര ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. ചെന്നൈയിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ബംഗളൂരു അതിഗംഭീരമാണ് ശനിയാഴ്ചത്തെ. ഒരുപാട് തിയേറ്ററുകളും വമ്പൻ, അതായത് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന രീതിയിലുള്ള അത്രത്തോളം തിയേറ്റർ ലിസ്റ്റുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ എന്നെടുത്ത് നോക്കാം. അവിടെ ഒട്ടുമിക്ക ഷോകൾക്കും നല്ല ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. ചിലയിടത്തൊക്കെ മോർണിംഗ് 9:30-ക്കൊക്കെ തുടങ്ങുന്നു, അവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ട്. ഈവനിങ്, അതായത് ആഫ്റ്റർനൂൺ സെക്ഷനിലുള്ള ഷോകൾ എല്ലാ തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ്. അതായത് ദൃശ്യം 3 തൂക്കിയടി തന്നെയാണ്. തീർച്ചയായും നാളെ, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും സിനിമയ്ക്ക് 500-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് വരുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അത്രത്തോളം ജനത്തിരക്കാണ്. ഒരേ ഒരു പേര് മോഹൻലാൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രത്തോളം ഗംഭീരമായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ കമൻസുകളും കാര്യങ്ങളുമൊക്കെ ഇടാം. ഒപ്പം ഈ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്തായാലും സിനിമയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ കളക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഇനി വെല്ലുവിളിക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അമ്മാതിരി പ്രകടനവും അതിഗംഭീര ബോക്സ് ഓഫീസ് പവറും നമുക്ക് കാണാം.